വചനഭാഷ്യം പിറവി തിരുനാൾ വചനഭാഗം ഏശയ്യ 7:10-16, മിക്ക 4:1-3, 5:2-9, ഗലാത്തി 3:15, 4:6, ലൂക്കായുടെ സുവിശേഷം 2:1-20. മിശിഹായുടെ പിറവി തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ ഏവർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ തിരുവചന ഭാഗങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത് ക്രിസ്തുമസ് കേവലം ഒരു പിറവിയുടെ ഓർമ്മയാചരണമോ ഒരു പിറന്നാൾ ആഘോഷമോ മാത്രമല്ല, മറിച്ച് അത് ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണവും മനുഷ്യകുലത്തിന്റെ പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പിന് ലഭിച്ച പ്രത്യുത്തരവുമാണ്. സത്യദൈവത്തെ അറിയാതെ ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യകുലത്തെ സത്യദൈവത്തിലേക്ക് ചേർത്ത് നിർത്തുവാനുള്ള ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമാണ് മിശിഹായുടെ മനുഷ്യാവതാരത്തിലൂടെ യാഥാർത്ഥ്യമായത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിൽ വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനമാണ് നാം ശ്രവിച്ചത്. മിശിഹായുടെ പിറവിക്ക് 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടത്തിയ പ്രവചനമാണത്. ആഹാസ് രാജാവിന് കൊടുക്കുന്ന അടയാളം, ഒരു കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഈ പ്രവചനം പൂർത്തിയാകുന്നത് ഈശോ മിശിഹായിലാണ് എന്ന് സുവിശേഷ വചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 1:22-23. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള പ്രഘോഷണത്തിലും വരാനിരിക്കുന്ന രാജാവ് ബേത്ലഹേമിൽ നിന്ന് വരുമെന്ന മിക്ക പ്രവാചകന്റെ വാക്കുകളാണ് നാം ശ്രവിച്ചത്. കാലാകാലങ്ങളായി കാത്തിരുന്ന മിശിഹായുടെ വരവിലുള്ള പ്രത്യാശ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ധാരാളമായി കാണാം. തിന്മയുടെ തല തകർക്കാൻ ഒരു രക്ഷകൻ വരുമെന്നും ഉൽപ്പത്തി 3:15, യൂദാഗോത്രത്തിൽ നിന്നും അവൻ വരുമെന്നും ഉൽപ്പത്തി 49:9, സംഖ്യ 24:17, ജേസ്യയുടെ കുറ്റിയിൽ നിന്ന് അത് കിളിർക്കും ഏശയ്യ 11:1, സിയോനിലേക്ക് കഴുതപ്പുറത്ത് അവൻ പ്രവേശിക്കും സക്രിയ 9:9 എന്നിങ്ങനെ പഴയ നിയമ വചനങ്ങളെല്ലാം മിശിഹായുടെ വരവിനെ മുൻകൂട്ടി പ്രവചിച്ചിരുന്നതാണ്. ആ പ്രവചനങ്ങളുടെയും കാത്തിരിപ്പിന്റെയും പൂർത്തീകരണമാണ് മിശിഹ രഹസ്യത്തിലൂടെ യാഥാർത്ഥ്യമായത്. ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരമുള്ളതാണ് മിശിഹയുടെ പിറവി എന്ന കാര്യമാണ് ഗലാത്യയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് പ്രഘോഷിക്കപ്പെട്ടതും. അബ്രാഹത്തോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സന്തതി സമയത്തിന്റെ പൂർണ്ണതയിൽ സ്ത്രീയിൽ നിന്ന് ജാതനായി. അത് എല്ലാ മനുഷ്യരെയും ദൈവമക്കളാക്കാനാണ്. മിശിഹായിലുള്ള വിശ്വാസം വഴി എല്ലാവരും ദൈവമക്കളാണ്. മിശിഹായിൽ എല്ലാവരും ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ യോഗ്യരാക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്ന് മിശിഹായുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരണമാണ് പ്രഘോഷിക്കപ്പെട്ടത്. BC 27 മുതൽ AD 14 വരെയും റോമാ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് മിശിഹായുടെ മനുഷ്യാവതാരം. ദീർഘകാലം റോമൻ ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് സീസറിന്റെ കാലഘട്ടം സമാധാനപരമായ കാലഘട്ടമായാണ് പൊതുവെ അറിയപ്പെടുന്നത്. ആ കാലത്താണ് യഥാർത്ഥ രക്ഷകൻ, സമാധാന രാജാവ് വന്നു പിറക്കുന്നത്. ലൂക്കാ സുവിശേഷകൻ മിശിഹായുടെ ജനനത്തിന്റെ സ്ഥലകാല സാഹചര്യങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ഗലീലിയയിലെ നസ്രത്തിൽ നിന്ന് യൂദയായിലെ ബേത്ലഹേമിലേക്ക് പോയി. ബേത്ലഹേമിലായിരിക്കുമ്പോൾ മറിയത്തിന് പ്രസവ സമയമായി. അവൾ ശിശുവിനെ പ്രസവിച്ച് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിലിൽ കിടത്തി. പിള്ളക്കച്ച മിശിഹായുടെ രാജത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. സോളമന്റെ ജനനത്തെ, രാജാക്കന്മാരുടെ ജനനത്തെയാണ് അത് അനുസ്മരിപ്പിക്കുന്നത്. ജ്ഞാനം 7:4-6. പുൽത്തൊട്ടിലിൽ കിടത്തി, കാരണം അവർക്ക് സത്രത്തിൽ സ്ഥലമില്ലായിരുന്നു എന്നാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്. സത്രം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് കത്താല്യൂമ്യ എന്ന വാക്കാണ്. അതിനർത്ഥം അതിഥി മന്ദിരം എന്നോ അതിഥി മുറി എന്നോ ആകാം. ലൂക്കായുടെ സുവിശേഷത്തിൽ ഒരിക്കൽ കൂടി മാത്രമാണ് കത്താല്യൂമ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈശോ അന്ത്യാത്താഴം നടത്തിയ സ്ഥലമാണ്. ഈശോയുടെ ജനന സമയത്ത് കത്താല്യൂമിയായിൽ സ്ഥലമില്ലാത്തതിനാൽ ശിശുവിനെ പ്രസവിച്ച് പുൽത്തൊട്ടിയിൽ കിടത്തി. ജോസഫ് ബേത്ലഹേംകാരനായിരുന്നു. കുടുംബ വീട് അവിടെയായിരുന്നു. നസറത്തിൽ നിന്ന് പേരെഴുതിക്കുന്നതിനായി ബേത്ലഹേമിലെത്തി. അവിടെയായിരുന്നപ്പോൾ പ്രസവ സമയമായി എന്നാണ് സുവിശേഷകൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ സത്രം എന്ന് ഉദ്ദേശിക്കുന്നത്
ഏതെങ്കിലും ഭവനത്തിന്റെ അതിഥി മുറിയായിരിക്കണം, അല്ലാതെ വഴിയോര സത്രങ്ങളായിരിക്കാൻ സാധ്യതയില്ല. ജോസഫും മേരിയുമായിരുന്ന ഭവനത്തിന്റെ അതിഥി മുറിയിൽ ഇടമില്ലാത്തതിനാൽ അതിനോട് ചേർന്നുള്ള ഗുഹയിൽ ശിശുവിന് ജന്മം നൽകി. ബേത്ലഹേമിൽ വീടുകളോട് ചേർന്ന് ഗുഹകളും ഉണ്ടായിരുന്നത് സാധാരണമാണ്. അത് വീടിന്റെ തന്നെ ഭാഗമായും കരുതിയിരുന്നു. തണുപ്പ് കാലങ്ങളിൽ വളർത്തുമൃഗങ്ങളെയും അവിടെ പാർപ്പിച്ചിരുന്നു. അങ്ങനെയാണ് മിശിഹായുടെ പിറവി ദൃശ്യവൽക്കരിക്കുന്നതിനോടുകൂടി ഗുഹയും തൊഴുത്തും മൃഗങ്ങളുമെല്ലാം വരുന്നത്. വീടിന്റെ പ്രധാന അതിഥി മുറിയിൽ ഇടമില്ലാത്തതിനാൽ അതിനോടനുബന്ധിച്ചുള്ള ഗുഹയിൽ ശിശുവിന് ജന്മം നൽകി പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഗുഹകളിൽ ഉണ്ടായിരുന്ന ഉയർന്ന ഭാഗങ്ങളായിരുന്നു പുൽത്തൊട്ടിൽ. അത് മൃഗങ്ങൾക്ക് വേണ്ടി തീറ്റെടുത്ത് വെക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്നു. ബേത്ലഹേം ഒരിക്കൽ കൂടി ഒരുങ്ങുകയാണ് ഉണ്ണിയെ സ്വീകരിക്കുവാൻ. ഒരിക്കൽ ഉണ്ണിയെ സ്വീകരിച്ച ബേത്ലഹേം ഇന്ന് എല്ലാവരെയും വിളിക്കുന്നു, വരൂ, നമുക്ക് ഉണ്ണിയെ സ്വീകരിക്കാം. ബേത്ലഹേം നമ്മോട് പറയുന്നത് നാം ഓരോരുത്തരും ബേത്ലഹേം ആകണം എന്നാണ്. അതിനുശേഷം വേണം ഉണ്ണിയെ സ്വീകരിക്കുവാനും ക്രിസ്തുമസ് ആചരിക്കുവാനും. ബേത്ലഹേം വളരെ പുരാതനമായ പട്ടണമാണ്. ഇന്നത്തെ പാലസ്തീനയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ജെറുസലേമിൽ നിന്ന് 9 കിലോമീറ്റർ തെക്ക് കിഴക്കാണ് സ്ഥാനം. ഏകദേശം 2023 വർഷങ്ങൾക്ക് മുൻപ് അവിടെ പിറന്ന ഒരു ഉണ്ണിയെ സ്വീകരിക്കുവാനാണ് ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുമസ് ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബേത്ലഹേം നമ്മോട് പറയുന്നത് വരൂ, ബേത്ലഹേം ആകൂ എന്ന സന്ദേശമാണ്. ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രു ഭാഷയിൽ അപ്പത്തിന്റെ ഭവനമെന്നാണ്. ബേത്ലഹേം ധാരാളം ഗോതമ്പ് കൃഷി നടത്തിയിരുന്ന സ്ഥലമാണ്. അതായിരിക്കാം അപ്പത്തിന്റെ ഭവനം എന്ന് പേര് വരുവാൻ കാരണം. അപ്പത്തിന്റെ ഭവനത്തിൽ അനേകർക്ക് അപ്പം നൽകിയവൻ, അപ്പമായി മാറിയവൻ വന്നു പിറന്നു എന്നത് ചരിത്ര യാഥാർത്ഥ്യം. ആധുനിക ബേത്ലഹേമിൽ സംസാരിക്കുന്ന ഭാഷ അറബിയാണ്. അറബി ഭാഷയിൽ ബേത്ലഹേം എന്ന വാക്കിന്റെ അർത്ഥം മാംസത്തിന്റെ ഭവനം എന്നാണ്. മാംസത്തിന്റെ ഭവനത്തിൽ വചനം, അദൃശ്യനായിരുന്ന ദൈവം മാംസം ധരിച്ചു എന്നതും ചരിത്ര സത്യം. ബേത്ലഹേമിൽ ധാരാളം ഇടയന്മാരുണ്ടായിരുന്ന സ്ഥലമാണ്. ഇടയന്മാരുടെ മുഖ്യ ഭക്ഷണം മാംസമായിരിക്കണമല്ലോ. അപ്പോൾ ബേത്ലഹേമിനെ മാംസത്തിന്റെ ഭവനം എന്ന് വിളിച്ചാലും അർത്ഥവത്താണ്. മാംസത്തിന്റെ ഭവനത്തിൽ സ്വയം മുറിച്ചു നൽകിയവൻ വന്നു പിറന്നു. ഇനി അറബി ഭാഷയും ഹീബ്രു ഭാഷയും ഉണ്ടാകുന്നതിന് മുൻപേ ബേത്ലഹേം എന്ന സ്ഥലമുണ്ടായിരുന്നു. കാനാന്യരുടെ യുദ്ധദേവനായിരുന്ന ലഹൂമുമായി ബന്ധപ്പെടുത്തിയായിരുന്നു ആ സ്ഥലനാമം. യുദ്ധദേവന്റെ ഭവനത്തിൽ സമാധാന രാജാവ് വന്ന് പിറന്നു എന്നതാണ് ബേത്ലഹേമിന്റെ പ്രത്യേകത. അതിനാലായിരിക്കണം അവന്റെ പിറവി സമയത്ത് ദൂതന്മാർ പാടിയത്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അപ്പത്തിന്റെ ഭവനമാകുവാനും അവരിനു വേണ്ടി മുറിക്കപ്പെടുവാനും സമാധാനത്തിന്റെ ഭവനമാകുവാനുമാണ് ബേത്ലഹേം നമ്മെ വിളിക്കുന്നത്. തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടവർക്കായി, അതായത് അപ്പം നൽകേണ്ടവർക്കായി അധ്വാനിക്കുമ്പോൾ, അപ്പമില്ലാത്തവർക്ക് അത്താണിയാകുമ്പോൾ, അനാഥർക്കും അശരണർക്കും ആശ്രയമാകുമ്പോൾ നാം ബേത്ലഹേം ആവുകയാണ്. മുറിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശൂന്യവൽക്കരിക്കപ്പെടുകയാണ്, ഇല്ലാതാക്കപ്പെടുകയാണ്. ഞാൻ എന്ന ഭാവത്തെ മുറിച്ചു മാറ്റുന്നതാണ്. കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി അധ്വാനിക്കുമ്പോൾ നാം ഓരോരുത്തരും മുറിക്കപ്പെടുകയാണ്. ഭർത്താവ് ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി മുറിക്കപ്പെടുന്നവരാണ്. ഭാര്യ ഭർത്താവിനും മക്കൾക്കും വേണ്ടി മുറിക്കപ്പെടുന്നുണ്ട്. മക്കളുണ്ടാകുന്ന നിമിഷം മുതൽ അവർക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്നവരാണ് മാതാപിതാക്കൾ. വാർദ്ധക്യത്തിലെത്തുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി മുറിവേൽക്കപ്പെടേണ്ടവരാണ്, ത്യാഗം സഹിക്കേണ്ടവരാണ് മക്കൾ. ഇപ്രകാരം സ്വയം മുറിക്കപ്പെടുമ്പോൾ നാം മാംസത്തിന്റെ ഭവനമായി മാറുകയാണ്, ബേത്ലഹേമായി മാറുകയാണ്. ബഹളങ്ങളും പ്രതിസന്ധികളും കലഹങ്ങളും തിങ്ങി നിറഞ്ഞ പശ്ചാത്തലത്തിൽ സമാധാനപരമായ കുടുംബത്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ, സമൂഹത്തിൽ സമാധാനം സ്ഥാപിക്കുവാൻ മുതിരുമ്പോൾ സമാധാനത്തിന്റെ ഭവനമാക്കപ്പെടുകയാണ്. അവിടെയാണ് നാം ബേത്ലഹേം ആയി മാറുന്നത്. സമാധാനം സ്ഥാപിക്കുന്നതാണ് ബേത്ലഹേമിന്റെ ചൈതന്യം. അതിന് ദൈവകൃപ സ്വീകരിക്കണം, സന്മനസ്സുണ്ടാകണം. അങ്ങനെ ബേത്ലഹേം ആക്കപ്പെടണം. അപ്പോൾ ഉണ്ണി വന്ന്
നമ്മളാകുന്ന ബേത്ലഹേമിൽ പിറക്കും. ക്രിസ്തുമസ് സന്തോഷത്തോടെ ആഘോഷിക്കുവാൻ സാധിക്കും. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.